ഗായ്സ്, വെൽക്കം ടു അരോമ. അപ്പോൾ നമുക്കൊരു അടിപൊളി കേരള സ്റ്റൈൽ ഫിഷ് കറിയുടെ റെസിപ്പി ആകാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം മീൻ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് മോത എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുടംപുള്ളി മീഡിയം സൈസിലെ 4 എണ്ണം, കടുക് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ. നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും 10 എണ്ണം വീതം, മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില. നമുക്കപ്പോൾ മീൻകറി വെക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ അരപ്പിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്, അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറ്റുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഫ്ലെയിം ലോ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം, ഇതൊട്ടും കരിഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് ആ റോ സ്മെല്ല് മാറി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ച് വെക്കണം. ഞാൻ അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിടാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കുടംപുളിയും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട്. എപ്പോഴാണ് നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അരപ്പും എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഇനി എണ്ണയിലിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു പരുവം വേണം നമുക്ക് ആക്കിയെടുക്കാൻ. നമുക്കിപ്പോൾ കാണാം കേട്ടോ, നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാകുന്നതിനനുസരിച്ച് നമുക്ക് എണ്ണ ഇങ്ങനെ മുകളിൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അരപ്പൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതേ നല്ല കളറൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഈ അരപ്പരച്ച മിക്സിയിൽ കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വേസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി അതിലോട്ട് ആ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ അരപ്പൊന്ന് ചെറുതായിട്ട് തിളയ്ക്കണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ മീനിലേക്ക് നമ്മൾ റെഡിയാക്കിയ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ ഒഴിച്ച് നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ വേറെ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.